നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു പകുതി സവാള അരിഞ്ഞത്, കുറച്ച് വേപ്പില, പച്ചമുളക് 4 എണ്ണമാണ് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കണം. കുക്കറിൽ പരിപ്പ് ഒരു 4 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് കൂടെ പൊട്ടിയിട്ടുണ്ട്. വേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, മുളക്, വെളുത്തുള്ളി അവിടെ നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമില്ല, സവാളയാണെങ്കിലും നല്ലതാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം. സവാള ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പ്. ഒക്കെ നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. നല്ലോണം വെന്ത് കുറുകി വരട്ടെ. അപ്പം നമ്മുടെ പരിപ്പ് കറിയുടെ നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിതെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുത്ത് കാണിക്കാം. ഞാനിവിടെ സർവിംഗ് ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പരിപ്പ് കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി എല്ലാവരും ചെയ്യണം കേട്ടോ. എന്നോടൊപ്പം ഒന്ന് നിൽക്കണം കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.